പിതാവേ എന്നുടെ താതൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. എല്ലാം മറന്ന് തമ്പുരാന്റെ മുമ്പിലായിരിക്കും. ഈശോയെ, പരിശുദ്ധമ്മേ, വിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ പുണ്യാത്മാക്കളെ, ഞങ്ങളെ കാക്കുന്ന കർത്താവിൻ്റെ കാവൽമാലാകമാരെ, ദൈവസ്വരത്തോട് കാതോർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിലായിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ ദൈവ ചൈതന്യം കൊണ്ട് നിറയാൻ ഇതാ ഞങ്ങളെ തന്നെ അടിയേറെ വെച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സോടെ ജീവിതം സമർപ്പിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന മനോഭാവത്തോടെ ഞങ്ങൾക്കുള്ളവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മനസ്സോടെ പാടി പ്രാർത്ഥിക്കും. യേശുവേ നാഥ, കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാർ രാപ്പകൽ വാഴ്ത്തിയിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതി. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഒരു തുറന്ന പുസ്തകമായി എൻ്റെ ജീവിതം വയ്ക്കുന്ന ദൈവമേ, എല്ലാം കാണുന്ന തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ തുറന്നു വയ്ക്കുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി വരണേ ദൈവമേ. ജീവിതം മുഴുവൻ നീ ഏറ്റെടുക്കണേ കർത്താവേ. നീ എന്നോട് സംസാരിക്കണമേ എന്ന് മനമൊരുകി നമുക്ക് പ്രാർത്ഥിക്കാം.
കണ്ണുകൾ ദിവികാരുണ്യത്തിലേക്ക് ഉയർത്താം. ഈ ദിവികാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ജീവിതം മുഴുവൻ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് എടുത്തുയർത്താം. ഒരു മരം ഈ മണ്ണിൽ വളർന്നു വലുതാകുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും ആ മരത്തിൻ്റെ വിത്ത് മണ്ണിൽ ഇതാ കുഴിച്ചിടണം, അല്ലെങ്കിൽ പക്ഷികൾ കൊത്തിക്കൊണ്ടുവന്ന് അത് എവിടെയെങ്കിലും ഇടണം. ഇങ്ങനെ മണ്ണിൽ വീഴുന്ന ഒരു വിത്ത് അത് മുളച്ച് വേര് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു, ശാഖകളായി ഉപശാഖകളായി അത് വളർന്ന് വലുതാകുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു മരത്തിൽ ആദ്യമുണ്ടാകുന്ന ഇല ആ മരം വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ ഇല അപ്രത്യക്ഷമായി. ആ ഇല മണ്ണിൽ വീണ് മണ്ണിൻ്റെ ഭാഗമായി മാറി. എന്നാൽ ആ ഇല ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതായെങ്കിൽ അതിന് സാക്ഷ്യം നൽകുന്ന രീതിയിൽ മരം ഇങ്ങനെ പടവൃക്ഷമായി വളർന്ന് വലുതാകുകയാണ്. ഒരു വൃക്ഷം പടവൃക്ഷമായി വളർന്ന് വലുതാകുമ്പോൾ എത്രയോ ഇലകളാണ് അതിൽ നിന്ന് കൊഴിഞ്ഞ് ഇല്ലാതാകുന്നത്, എത്രയോ കമ്പുകളാണ് അതിൽ നിന്ന് അടർന്നു വീണ് അതിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാതാകുന്നത്. ഒരു മനുഷ്യ ജീവിതവും ഏകദേശം ഇതിനോട് ഉപമിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിൽ ഇതാ നമ്മൾ വളർന്ന് വലുതാകും തോറും നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്ന അനേകരുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു പ്രായമാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ശാഖകളായി ഉപശാഖകളായി നമ്മുടെ മക്കൾ വളർന്നു വരുന്നു. കുറെ കാലം കഴിയുമ്പോൾ അവരും ഇല്ലാതാകുന്നു, അവരുടെ മക്കൾ വളർന്നു വലുതാകുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വചനം പങ്കുവെക്കുമ്പോൾ എത്രയോ തലമുറകൾ എൻ്റെ പിന്നിലുണ്ട്. എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം ഒരു തലമുറയുടെ കണ്ണിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ഓരോ ജീവിതവും ഇപ്രകാരമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരമ്പര തന്നെ അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമുണ്ടല്ലോ. ദാവീദിന്റെ വംശത്തിൽ നിന്ന് അവൻ പിറന്നു എന്ന് കാണിക്കാൻ തലമുറകളെ ഇതാ കാണിച്ചുകൊണ്ട് അവൻ ഇതാ ദാവീദിന്റെ വംശത്തിൽ നിന്ന് പിറന്നുവെന്ന് കാണിക്കുകയും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ഞാൻ മരണം വഴി നമ്മുടെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ലോകം വിട്ടു പോവുകയാണ്. മരണം ശാരീരികമായ ഒരു വേർപാടേ ലോകത്തിൽ സമ്മാനിക്കുന്നുള്ളൂ. ആത്മീയ സാന്നിധ്യം ആ കുടുംബത്തോടും ആ പ്രിയപ്പെട്ടവരോടും കൂടെയുണ്ട്. ഇന്ന് ചിന്തിച്ചു നോക്കിയേ, വേർപാട് വേദനയാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വേർപാട് വേദനാജനകമെന്ന് പറയുന്നത്? ഒരു ശാരീരികമായ സാന്നിധ്യം, അത്രയും കാലം അവരോട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അവരിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ ഒരു ശൂന്യത ആ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ ആ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്ക് ഒരു വേദനയല്ലേ, ഒരു ശൂന്യതയല്ലേ? മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ അവരുടെ വേർപാട് എന്നേക്കുമായി ഇതാ ജീവിതത്തിൽ ശാരീരികമായ അവരുടെ വേർപാട് അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയായി അവശേഷിപ്പിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിതവും കടന്നു പോകുമ്പോൾ തലമുറകളിലേക്ക് ആവശ്യമായത് സമ്മാനിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഒരു മരത്തിൽ നിന്ന് പഴുത്ത ഇല കൊഴിഞ്ഞ് മണ്ണിലേക്ക് വീഴുമ്പോൾ പുതിയൊരു നാമ്പ് കിളിർക്കാനുള്ള ജീവരസം ആ മരത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് കടന്നു പോകുന്നത് പോലെയാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. അപ്പോൾ അവൻ്റെതായ
എന്തെങ്കിലുമൊക്കെ നന്മകൾ അവൻ്റെ ജീവിതം കൊണ്ട് അവനായിരിക്കുന്ന കുടുംബത്തിനും ഇടപഴകുന്നവർക്കും സമ്മാനിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ ഓരോ ജീവിതവും കടന്നു പോകുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പൊ ശാരീരികമായ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. മരണത്തിൻ്റെ മുമ്പിൽ പതറുന്ന മനുഷ്യനോട് ദൈവം പറയുകയാണ്, ഈ ലോകത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ ഒന്നുകിൽ നിത്യജീവനിലേക്കോ അല്ലെങ്കിൽ നിത്യനാശത്തിലേക്കോ നീ എടുക്കപ്പെടും. അപ്പോൾ മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ നിത്യജീവനിലേക്കോ നിത്യമരണത്തിലേക്കോ നമ്മൾ ആനയിക്കപ്പെടും. ഇപ്പൊ ലോകത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് മരണം. സമ്പന്നനാകട്ടെ, ദരിദ്രനാകട്ടെ, രാജാവാകട്ടെ, പ്രജയാകട്ടെ, എല്ലാവർക്കും മരണമുണ്ട്. ജീവനുള്ള സകല ജീവജാലങ്ങൾക്കും മരണമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ മരണമില്ലാത്തവൻ ഈ ലോകത്തിൽ ആരാണുള്ളത്? ഈ ലോകത്തിൽ മരണമില്ലാത്തവൻ ഒരുവൻ മാത്രം, ദൈവം. മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, എന്നേക്കും നിലനിൽക്കുന്നവൻ. അതുകൊണ്ടാണല്ലോ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തില് 13-ാം അധ്യായം 8-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. അനാദിയിലെ ഈ പ്രപഞ്ചത്തിന്റെ മേല് നിയന്താതാവായി നിൽക്കുന്നവൻ, സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ തൻ്റെ കരവേല കൊണ്ട് മെനഞ്ഞെടുത്തവൻ, മരണമില്ലാത്തവനും മാറ്റമില്ലാത്തവനും ദൈവം മാത്രമാണ്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, മരണമില്ലാത്തവൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മരണത്തിൻ്റെ മേൽ വിജയം വരിക്കുന്ന ജീവിതമായിട്ട് മാറുന്നു. ഈശോ കുരിശിൽ മരണത്തെ പരാജയപ്പെടുത്തി. ഈശോ തന്റെ മരണത്താൽ സാത്താനെ പരാജയപ്പെടുത്തി. ഈശോ തന്റെ മരണത്താൽ സാത്താന്റെ മേല്, ലോകത്തിന്റെ മേല് വിജയം വരിച്ചു. അപ്പൊ നമ്മൾ ദൈവമക്കളായി മാറുമ്പോൾ ജീവന്റെ ഉടമകളായി മാറുന്നു. മരണമില്ലാത്ത ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വചനം പറയുന്നത് എങ്ങനെയാണ്: ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഓർക്കുക പ്രിയപ്പെട്ടവരെ, എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന ഉറപ്പ്, നിത്യതയിൽ ദൈവത്തോടൊത്ത് സന്തോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വലിയ ബോധ്യം നൽകുകയാണ്. ഇന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ലോകത്തിലെ എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഈശോയെ അനുഗമിച്ചത് ശിഷ്യന്മാരെങ്കിൽ ഏറ്റവും വലിയ പരാജയമായി അവരുടെ ജീവിതം മാറില്ലേ? പെപ്പട്ടിയെ പോലെ നാട്ടിൽ ഓടിച്ചിട്ട് തല്ലിക്കൊന്നവരാ യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ. കുരിശിൽ തലകീഴായി മരിക്കേണ്ടി വന്നു പത്രോസിന്. ധീരോചിതമായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച പൗലോസ്ലീഹ തലവെട്ടപ്പെട്ട് മരിക്കപ്പെട്ടു. പലരെയും എണ്ണയിൽ വറുത്തെടുത്തു. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഈശോയെ അനുഗമിച്ചതെങ്കിൽ ഏറ്റവും വലിയ പരാജയമാണ് അവരുടെ ജീവിതം. എന്നാൽ ഈശോ പറഞ്ഞു, 12 ഗോത്രങ്ങളെയും വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ സ്വർഗത്തിൽ നിങ്ങൾ ഇരിക്കും. സ്വർഗീയ സിംഹാസനത്തിൽ നിങ്ങൾ ഇരിക്കും. എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കുന്ന നിങ്ങൾക്കായി സ്വർഗത്തിൽ ഭവനം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നും നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കണമെന്നാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത ഉറപ്പ്. പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 14-ാം വചനം പറയുന്നത് എങ്ങനെയാണ്: യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടൊത്ത് ഉയർപ്പിക്കും.
അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇപ്പം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അപ്പോൾ മരണം ഒരു കവാടം മാത്രം. നമ്മൾ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്താ? അവരുടെ മരണ ദിവസമാണ് സ്വർഗത്തിലെ ജനന ദിവസമായി കണ്ട് നമ്മൾ തിരുനാൾ ആഘോഷിക്കുക. അപ്പൊ ഈ ഭൂമിയിൽ വീരോചിതമായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവർ ആ ദിവസം സ്വർഗത്തിൽ ജനിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഇതാ മരണ ദിവസം സ്വർഗത്തിൽ അവരുടെ തിരുനാളായി, ജനന തിരുനാളായി നമ്മൾ കൊണ്ടാടി വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ഈ ഭൂമിയിൽ ആഘോഷിക്കുന്നു. അപ്പോൾ കല്ലറയിൽ ഒതുങ്ങുന്ന ഒരു ജീവിതമല്ല മനുഷ്യൻ്റേത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വചനം, കല്ലറയിലുള്ളവർ ഇതാ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഈശോ ഇതാ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ നിത്യജീവൻ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം നിത്യതയിൽ ദൈവത്തോടൊത്ത് സന്തോഷിക്കാൻ ദൈവം നമ്മെ മാടി വിളിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മക്കബായക്കാർക്ക് എഴുതിയ 2-ാം പുസ്തകത്തില് 12-ാം അധ്യായം 44-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു. അപ്പോൾ മരിച്ചവരോട് നമുക്കൊരു കടമയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ യോഗ്യതയാൽ പരിഹാരമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒരു ആത്മാവ് സ്വർഗത്തിലെത്താൻ ഇതാ ദൈവം നമ്മുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളും. കൗൺസിൽ ഓഫ് ഫ്ലോറൻസിൽ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പരിഹാരം ചെയ്യാതെ പാപാവസ്ഥയിൽ മരിച്ചാൽ അവരുടെ ആത്മാവിനെ ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഓരോ ആത്മാവിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന വഴി ആരെല്ലാം ഇതാ സ്വർഗത്തിലേക്ക് ഇതാ പ്രവേശിക്കുന്നുവോ അവർക്ക് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് വേണ്ടി ഇതാ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇതാ നേടിത്തരാൻ അവർക്കും സാധിക്കും. അങ്ങനെയെങ്കിൽ സകല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കരുത്തും ശക്തിയായിട്ട് മാറേണ്ടത് നിന്റെ പ്രാർത്ഥനയിലൂടെ ഒരാത്മാവ് സ്വർഗത്തിൽ എത്താൻ ഇടയായാൽ നിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് നന്മകൾ വാങ്ങിത്തരാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ നിന്റെ പ്രാർത്ഥന വഴി ഒരാളെ നീ എത്തിക്കാൻ നീ നിന്റെ ജീവിതത്തിൽ ഇതാ ഇടയാകുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണം വഴി വേർപെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അനേകരെ ദൈവത്തിലേക്ക് എത്തിക്കാൻ ഇതാ നമുക്ക് സാധിക്കും. നമുക്കറിയാമല്ലോ, ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇതാ പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന സദുക്കായർ ഈശോയുടെ സന്നിധിയിൽ വന്ന് പറയുകയാണ്, ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരുവളെ വിവാഹം ചെയ്തു, സന്താനമില്ലാതെ അവൻ മരിച്ചു. സഹോദരന് വേണ്ടി സന്താനമുണ്ടാക്കാൻ ഇതാ അപരൻ അവളെ വിവാഹം ചെയ്തു, അവനും സന്താനമില്ലാതെ മരിച്ചു. ഇങ്ങനെ ഈ 7 പേരുടെയും ഭാര്യയായി ഇവൾ ജീവിച്ചു. മരണം വഴി ഇവളും മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഇതാ ആരുടെ ഭാര്യയായിരിക്കുമെന്നാണ് ഈശോയുടെ സന്നിധിയിൽ വന്ന് ചോദിക്കുന്നത്. ഈശോ പറയുന്നത് എങ്ങനെയാണ്? പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യമായിരിക്കും. ഉൾപ്പടർപ്പിൽ വെച്ച് മോശയോട് പറഞ്ഞത് ഇപ്രകാരമല്ലേ, ഞാൻ അബ്രാഹത്തിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും മരിച്ചപ്പോൾ അവർ ദൈവത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ മോശയുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. താബോർ മലയിൽ രൂപാന്തരപ്പെടുമ്പോൾ ഈശോ ഇതാ മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരിച്ചവർ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നു. പാപാവസ്ഥയിൽ മരിച്ചു പോയവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ കടപ്പാടുണ്ട്. നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ പ്രാർത്ഥനയാണ്. മരണം വഴി വേർപെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇതാ ഇന്ന് തമ്പുരാൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എത്രയോ തലമുറകളാണ് നമ്മുടെ പിന്നിൽ നമ്മുടെ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തോട് ഇതാ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനയിലൂടെ നിന്റെ പരിഹാര ബലിയുടെ അനന്ത യോഗ്യത അവരിലേക്ക് ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഇരടിയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയിൽ നാഥാ, തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയിൽ നാഥാ, തിരുസന്നിധിയിൽ. ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി. മരണം, വിശുദ്ധരുടെ മരണം സ്വർഗത്തിലെ ജനനമെങ്കിൽ മരണം നിത്യതയിലേക്കുള്ള ഒരു കവാടം മാത്രമാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടവരാ. ഈശോയെ, നിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ നിന്നെ മുഖാമുഖം ഇതാ കാണാൻ ഇതാ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ ഈ ലോകത്തിൻ്റെ യാത്ര പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ തലമുറകളെ ഇതാ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ പരിഹാര ബലിയോട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്, തിരുസഭയിൽ നിന്ന് മരിച്ചുപോയവര്, പ്രാർത്ഥിക്കാൻ ആരാരുമില്ലാത്ത കോടാനുകോടി ആത്മാക്കളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈശോയെ, നിന്റെ കുരിശിന്റെ ബലിയുടെ ശക്തി അവരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയിൽ നാഥാ, തിരുസന്നിധിയിൽ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 16-ാം വചനം. മകനെ, മരിച്ചവരെയോർത്ത് കരയുക, കഠിന വേദന കൊണ്ടെന്നതുപോലെ നീ വിലപിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 33-ാം വചനം. മരിച്ചവരോടുള്ള കടമ നീ മറക്കരുത്. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷത്വവുമാകുമായിരുന്നു. എന്നാൽ മരണത്തെ പരാജയപ്പെടുത്തി ഉത്ഥാനം ചെയ്ത കർത്താവ്, മരണത്തിൻ്റെ മേൽ വിജയം വരിച്ച കർത്താവ്, സകല മരിച്ചവരുടെ മേൽ ഇതാ ദൈവത്തിൻ്റെ ശക്തി താണിറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മരിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങി സകല മരിച്ചവരോടും സുവിശേഷം പ്രസംഗിച്ചുവെങ്കിൽ ഈശോയെ, സകല മരിച്ചവരിലേക്ക് നീ കരം നീട്ടണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോ ആശീർവദിക്കുന്ന സമയത്ത് കോടാനുകോടി ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ആരാരുമില്ലാത്ത കോടാനുകോടി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയിന്നാദാ തിരുസന്നിധിയിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.